Now let's check the correctness of the equation. V square equals u square plus 2as. V square equals u square plus 2as. Here v is the final velocity, u is the initial velocity, a is the uniform acceleration, and s is the displacement of the particle. Now the dimensions of the left hand side is given by dimension of v square. Dimension of v is lt raised to minus 1. Velocity dimension. So whole square means L square t raised to minus 2. Now the dimensions of the initial velocity u is the same as Lt raised to minus 1. So u square has the dimension this whole square, that means L square t raised to minus 2. Now the dimension of 2as. 2 is a number, so it has no dimensions. Therefore, this is equal to dimension of a into dimension of s, the displacement. So this is equal to L t raised to minus 2 is the dimension of acceleration, and dimension of displacement is L. So this is L square t raised to minus 2. So we see that the dimensions of each and every term on either side of the equation are the same. That means L square t raised to minus 2, the same dimensions. So the given equation is dimensionally correct. അതുകൊണ്ട് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഡയമെൻഷനായിട്ട് കറക്റ്റ് ആണ്. This is in accordance with the principle of homogeneity of dimensions. Okay. ഇനി നമ്മൾ പഠിക്കുന്നത് ടു കൺവേർട്ട് ദ യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഒരു സിസ്റ്റത്തിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലേക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂണിറ്റ് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡയമെൻഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺവേർഷൻ നമുക്ക് അറിയാവുന്നത് നമുക്ക് ഡീൽ ചെയ്യാം. അതായത് വി നോ ദാറ്റ് 1 മീറ്റർ ഈക്വൽസ് 100 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഇതിൽ ഫിസിക്കലായിട്ട് ഒരു മീറ്റർ എന്ന് പറയുന്ന അളവ് നമുക്കറിയാം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ മീറ്റർ SI സിസ്റ്റത്തിലെ യൂണിറ്റാണ് നമുക്കറിയാം, സെൻറ്റിമീറ്റർ CG സിസ്റ്റത്തിലെ യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻ തന്നെ നമുക്ക് നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ. 1 ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ യൂണിറ്റ് ഇൻ ദ SI സിസ്റ്റം or in the first system, and U1, that means meter, is the unit in the first system. This is equal to N2 U2. This means that N1 equals 1 is the numerical value of the unit meter, that means U1 is meter in the first system, and N2 is equal to 100 is the numerical value of the unit of length in the CG system, that means centimeter in the CG system. Here U2 is centimeter and N2 is 100. This relation can be generalized. If we measure a physical quantity having dimensions m raised to a, L raised to b, t raised to c. മെക്കാനിക്സിലെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുകയാണ്, അതിൻ്റെ ഡയമെൻഷൻസ് m raised to a, L raised to b, t raised to c ആണെന്നിരിക്കട്ടെ. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആദ്യ സിസ്റ്റത്തിൽ നമ്മൾ N1 എന്ന് എടുക്കുകയാണ്. Q ആണ് ആ ക്വാണ്ടിറ്റി ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്കിൽ ആ Q ഈക്വൽസ് N1 ഇൻറ്റു M1 റേസ് ടു A, L1 റേസ് ടു B, T1 റേസ് ടു C എന്ന് പറയാം. ഇതുപോലെ തന്നെ ദാറ്റ് മീൻസ് N1 U1 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിൽ ലെങ്തും മാസും ടൈമും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ യൂണിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. m റേസ് ടു a, L റേസ് ടു b, t റേസ് ടു c എന്ന് പറയുമ്പോൾ എമ്മും എല്ലും ടിയും യൂണിറ്റായിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. എന്തിൻ്റെയൊക്കെ? മാസിൻ്റെ, ലെങ്തിൻ്റെ, ടൈമിൻ്റെ. അപ്പോൾ അതിൽ ഫസ്റ്റ് സിസ്റ്റത്തിലെ യൂണിറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സഫിക്സ് 1 കൊണ്ടാണ്. സെക്കൻഡ് സിസ്റ്റത്തിൽ ഇതേ വാല്യൂ തന്നെ, ഇതേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ തന്നെ നമുക്ക് സെക്കൻഡ് സിസ്റ്റത്തിൽ, അതായത് എമൗണ്ട് തന്നെ സെക്കൻഡ് സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? M2 raised to a,
L2 raised to B, T2 raised to C. ഇതാണ് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ട് സിസ്റ്റത്തിലും എക്സ്പ്രസ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ്. ദ എമൗണ്ട് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് ദ സെയിം, ദെർഫോർ വി ക്യാൻ ഇക്വേറ്റ് ദീസ് ടു. അതുകൊണ്ട് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് M2 raised to A, L2 raised to B, T2 raised to C എന്ന് പറയുന്ന സെക്കൻഡ് സിസ്റ്റത്തിലെ ആ എമൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സിസ്റ്റത്തിലെ അതേ എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈക്വേറ്റ് ചെയ്യാം. M1 raised to A, അതുപോലെ L1 raised to B, T1 raised to C എന്ന് എഴുതാൻ പറ്റും. നമുക്ക് വേണ്ടത് സെക്കൻഡ് സിസ്റ്റത്തിലെ ന്യൂമറിക്കൽ വാല്യൂ ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് സിസ്റ്റത്തിലെ ന്യൂമറിക്കൽ വാല്യൂ N1 നമുക്ക് അറിയാമെന്നും വിചാരിക്കുക. ദെൻ വി ക്യാൻ റൈറ്റ് N2 ഈക്വൽസ് എന്തായിരിക്കും? N1 ഇൻറ്റു M1 raised to A, അതുപോലെ L1 raised to B, T1 raised to C, അതിൻ്റെ താഴെ M2 raised to A, L2 raised to B, T2 raised to C എന്ന് എഴുതാം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: M1 by M2 all raised to A, L1 by L2 all raised to B, T1 by T2 all raised to C. ഈ രീതിയിൽ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ ഇൻ ദ സെക്കൻഡ് സിസ്റ്റം കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്കിത് മനസ്സിലാക്കാം. അതായത് വി ആർ ഗോയിങ് ടു കൺവേർട്ട് യൂണിറ്റ് ഫോഴ്സ് ഇൻ ദ SI സിസ്റ്റം, ദാറ്റ് മീൻസ് 1 Newton ഇൻറ്റു dynes. Dyne is the unit of force in the CGS system. So we are going to find 1 Newton equals so much dynes. എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് N1 U1 ഈക്വൽസ് N2 U2 എന്ന ഫോമാണ്. ഇതേ ഫോം തന്നെ നമ്മൾ എഴുതുന്നത്. അതായത് ഒന്നാണ് N1ൻ്റെ വാല്യൂ, N2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. U2 എന്ന് പറയുന്നത് ഡൈനാണ്, അതുപോലെ U1 എന്ന് പറയുന്നത് ന്യൂട്ടനാണ്. ഈ ഒരു ഐഡിയ ബേസ് ചെയ്തിട്ട് നമുക്ക് കൺവേർട്ടർ നടത്താൻ പറ്റും. അതായത് ഒരു ന്യൂട്ടൺ എത്രയാണ്. അപ്പോൾ ഈ ഫോമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡൈൻസ് ഇൻ 1 Newton വി ക്യാൻ യൂസ് ദിസ് ഫോമുല. N2 is the number of dynes in the second system, then it is given by N1 into M1 by M2 all raised to A, L1 by L2 all raised to B, T1 by T2 all raised to C. പക്ഷേ നമുക്ക് ആ ഫോഴ്സിൻ്റെ ഡയമെൻഷൻസ് ഇവിടെ എഴുതണം. അപ്പോൾ ഈ ഫോമുലയുടെ സ്ഥാനത്ത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ എഴുതുമ്പോൾ എന്തായിരിക്കും വരിക? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. ദറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് M raised to 1 L T raised to -2 ഇതാണ്. ദാറ്റ് മീൻസ് L raised to 1 T raised to -2. ഇതും സ്റ്റാൻഡേർഡ് ഇക്വേഷനായ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷനായ M raised to Aയും L raised to Bയും T raised to C ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ we see that A equals 1, B equals 1 and C equals -2. So comparing with the standard equation we can write this. So we can convert the number of we can convert 1 Newton into number of dynes. That means this is given by N1 means 1 into unit of mass in the SI system is kilogram. So this is kilogram. Kilogram divided by unit in the CG system is a gram. So 1 kilogram by 1 gram raised to 1 into L1 by L2 means 1 meter divided by 1 centimeter. This all raised to 1. Then T1 means the unit of time in the first system, T2 that in the second system, both are 1 second. So raised to -2. So we get this as this is 1000 gram divided by 1 gram into 100 centimeter divided by 1 centimeter raised to 1. This is 1 raised to -2, that means 1 itself. So we see that the value is given by this value equals this is 10 raised to 3, then 10 raised to 2, that means 10 raised to 5. So we get
the value n2, the numerical value in the second system as a 10 raised to 5. Here we can write 1 Newton. Therefore n1 equals n1 u1 equals n2 u2 means 1 Newton equals n2 means 10 raised to 5, u2 means dynes. So we say that the number of dynes in 1 Newton is equal to 10 raised to 5 dynes. That means we converted the unit of force from the SI system into CG system using this formula. Okay. ഇനി നമുക്ക് ഒരു ജൂളിൽ എത്ര എർഗ്സ് ഉണ്ടെന്ന് നോക്കാം. ജൂൾ ഈസ് ദ യൂണിറ്റ് ഓഫ് വർക്ക് ഓർ എനർജി in the SI system and erg is the unit of work or energy in the CGS system. So we are going to find the number of ergs in 1 joule. Number of ergs in 1 joule. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. That means n1 u1 equals n2 u2. That means 1 joule equals n2 ergs. ഇതിൽ n2ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോമുല യൂസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമുക്ക് m raised to a, l raised to b, t raised to c എന്ന് പറയുന്ന ജനറൽ ഫോമുലയായിട്ട് കമ്പയർ ചെയ്തിട്ട് എ ബി സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഏതിൻ്റെ കേസിൽ? വർക്കിൻ്റെ ഡയമെൻഷൻ്റെ കേസിൽ അല്ലെങ്കിൽ എനർജിയുടെ ഡയമെൻഷൻ്റെ കേസിൽ. നമുക്കറിയാം എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇതാണ് എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ സ്റ്റാൻഡേർഡ് ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എ കിട്ടും. എയുടെ വാല്യൂ എന്തായിരിക്കും? എ ഈസ് ഈക്വൽ ടു 1 ആണ് എമ്മിൻ്റെ പവർ. അതുപോലെ ബി ഈക്വൽസ് 2 ആണ്. സോ ബി ഈസ് ഈക്വൽ ടു ദെൻ സി ഈക്വൽസ് -2. സി ഈക്വൽസ് -2. ആ വാല്യൂസ് നമുക്ക് n2ൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കാം. n1ൻ്റെ വാല്യൂ നമുക്കറിയാം, അത് 1 ജൂളാണ്. നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ജൂളാണ്. അപ്പോൾ അതുകൊണ്ട് n1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് n2 ഈക്വൽസ് 1 ഇൻറ്റു m1 മീൻസ് യൂണിറ്റ് ഓഫ് മാസ് ഇൻ ദ SI സിസ്റ്റം, ദാറ്റ് ഇസ് കിലോഗ്രാം. ദാറ്റ് മീൻസ് 1 kg ഡിവൈഡഡ് ബൈ 1 gram. m2 is the unit in the CG system. And L1 is the unit of length in the SI system, that is 1 meter divided by L2 means 1 centimeter. This square, this raised to 1 and this raised to 2. Then T1 means second, T2 is also second. രണ്ട് സിസ്റ്റത്തിലും യൂണിറ്റ് ഓഫ് ടൈം സെയിം ആണ്, സെക്കൻഡ് തന്നെയാണ്. സോ raised to C means -2. Now this is equal to 1000 gram divided by 1 gram into 100 centimeter divided by 1 centimeter whole square into 1 raised to -2. 1 തന്നെ. So we get this as ഇത് 10 raised to 3 കിട്ടും. ഇത് 10 raised to 4 വരും. So this is equal to 10 raised to 3 into 10 raised to 4 equals 10 raised to 7. ഇത് 1 ആയിരിക്കും. 10 raised to 7 is the numerical value in the second system. So we can write that 1 joule. That means n1 unit equals n2 u2. That means 1 joule equals n2 means 10 raised to 7 ergs. So the number of ergs in 1 joule is equal to 10 raised to 7. Okay. നമ്മൾ പഠിക്കുന്നത് ഡയമെൻഷണൽ ഇക്വേഷൻസിൻ്റെ മൂന്നാമത്തെ യൂസാണ് ടു ഡിറൈവ് എ കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്
ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദ പെൻഡുലം ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഇതാണ് പെൻഡുലം ബോബ് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇവിടെ വന്ന് വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ വരുമ്പോൾ ഇത് മെയിൻ പൊസിഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോയി വീണ്ടും ലെഫ്റ്റിലേക്ക് വന്ന് വീണ്ടും മെയിൻ പൊസിഷനിൽ വരുമ്പോൾ അതിനെടുക്കുന്ന ടൈമാണ് പീരീഡ് ഓഫ് ഓസിലേഷൻ. ദിസ് പീരീഡ് ഓഫ് ഓസിലേഷൻ may depend upon the length of the pendulum. Length of the pendulum is the distance between the point of suspension and center of the oscillating bob. അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. ദെൻ മാസ് ഓഫ് ദ ബോബിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ ഭൂമിയുടെ ആകർഷണ ബലമാണ് ഇതിൻ്റെ ഓസിലേഷൻ കാരണം നമുക്കറിയാം. അതുകൊണ്ട് ഈ പ്ലേസിലെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയ ജിയെയും ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസ് നമ്മൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി റിലേഷനായിട്ട് ഇവിടെ എഴുതാൻ പോവുകയാണ്. അതെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓരോന്നിനും സ്ക്വയറിനെയാണോ ക്യൂബിനെയാണോ റൂട്ടിനെയാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നൊരു ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും അതിൻ്റെ ബന്ധം എന്തെന്നുള്ളത് ശ്രദ്ധിക്കുക. വി കൺസിഡർ സ്മോൾ ടി ആസ് ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദ സിമ്പിൾ പെൻഡുലം. ദിസ് മേ ഡിപ്പെൻഡ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം. ദാറ്റ് മീൻസ് ടി മേ ബി പ്രൊപ്പോർഷണൽ ടു എൽ. എല്ലിൻ്റെ ഏത് പവറാണെന്ന് നമുക്കറിയില്ല. സോ വി റൈറ്റ് ആസ് എൽ റേസ് ടു എ. ദെൻ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാം. മാസിൻ്റെ ഏത് പവറാണെന്നറിയില്ല. സോ എം റേസ് ടു ബി. ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യാം. അതിൻ്റെ ഏത് പവറാണെന്നറിയില്ല. അതുകൊണ്ട് സ്മോൾ ജി റേസ് ടു സി എന്ന് കൊടുക്കുന്നു. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എൽ റേസ് ടു എ എം റേസ് ടു ബി ജി റേസ് ടു സി. ഇത് റിലേഷൻ 1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഈ റിലേഷനിൽ ഇത് ഡയമെൻഷനായിട്ട് കറക്റ്റ് ആകാനുള്ള കണ്ടീഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അതാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിലേഷൻ കിട്ടും. ദാറ്റ്സ് എ മെത്തേഡ്. ഇത് ശരിയാണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഡയമെൻഷൻസ് അപ്ലൈ ചെയ്ത് എയും ബിയും സിയും കണ്ടുപിടിക്കും. സോ റൈറ്റിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ 1 വി ഗെറ്റ് ഡയമെൻഷൻ ഓഫ് സ്മോൾ ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ടൈമിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി ആയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അത് ക്യാപിറ്റൽ ടി എന്ന് എടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു കെ ഈസ് എ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് അതിന് ഡയമെൻഷൻ ഇല്ല. ഇതിൻ്റെ ഡയമെൻഷൻ എഴുതുമ്പോൾ ക്യാപിറ്റൽ എൽ റേസ് ടു എ, ദെൻ എം ക്യാപിറ്റൽ എം റേസ് ടു ബി, ദെൻ ജി ഈസ് ദ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇറ്റ് ഹാസ് ഡയമെൻഷൻസ്. ഇതാണ് എൽ ആക്സിലേഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻസ് എൽ ടി റേസ് ടു -2 ആണ് നമുക്കറിയാം. റേസ് ടു സി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ we get L raised to A, M raised to B, L raised to C, T raised to -2C. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാസിൻ്റെ ടേംസിലുള്ള എക്സ്പ്രഷൻ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ടിയുടെ സ്ഥാനത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എം ഇല്ലാത്തതുകൊണ്ട് എം റേസ് ടു 0 എന്ന് എഴുതാം. എം റേസ് 0 മീൻസ് 1. ദെൻ എൽ റേസ് ടു എൽ ഇല്ല ലെഫ്റ്റിൽ, അതുകൊണ്ട് എൽ റേസ് 0 എന്ന് എഴുതാം. അതുപോലെ ടി ഉണ്ട്, ടി റേസ് ടു 1 ആണ്. സോ the dimensions can be equated. Dimensions of the fundamental quantities can be equated. അതായത് ഇത് നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യണം, എന്നിട്ട് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് എൽ റേസ് ടു എ പ്ലസ് സി ആണ്, എം റേസ് ടു ബി ആണ്, ടി റേസ് ടു -2c ആണ്. സോ ഇക്വേറ്റിംഗ് സിമിലർ ടേംസ്, ഇക്വേറ്റിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്, വി ഗെറ്റ് ബി ഈസ് ഈക്വൽ ടു 0. ബി ഈക്വൽ 0 equating the powers of m, l and t respectively, we get b equals 0. Then a plus c equals l in the power ഇവിടെ 0 ആണ്, 0. a plus c equals 0. Then -2c equals t യുടെ പവർ ഇവിടെ 1 ആണ്, സോ 1. അപ്പോൾ അതിൽ b 0 എന്ന് കിട്ടി. സിയുടെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് ഇംപ്ലൈസ് സി ഈക്വൽസ് -1/2. സി -1/2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഈ റിലേഷനിൽ നിന്ന് എന്ത് കിട്ടും? എ -1/2 ഈക്വൽ 0 എന്ന് കിട്ടും. സിയുടെ വാല്യൂ -1/2 എന്ന് കൊടുക്കുമ്പോൾ എ -1/2 ഈക്വൽ 0, ഓർ എ ഈസ് ഈക്വൽ ടു, ദിസ് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു ഹാഫ്. എ എന്ന് പറയുന്നത് ഹാഫാണ്. അങ്ങനെ ഇതിൽ ഈ ഇക്വേഷനിൽ എയും ബിയും സിയും അതിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടി. അതുകൊണ്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1, ഈ വാല്യൂസ് 1ൽ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 becomes 1 എന്തായിട്ട് തീരും? സ്മോൾ t ഈക്വൽസ് ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദ പെൻഡുലം ഈക്വൽസ് ദ കോൺസ്റ്റൻറ്റ് k ഇൻറ്റു L raised to a means half, L raised to half. Then m raised to 0, that means there is no m raised to 0 ആണ്. Then small g raised to minus half. m raised to 0 1 ആയതുകൊണ്ട് we can write this as k into L raised to half divided by g raised to half. Minus half താഴേക്ക് വരുമ്പോൾ half ആയി. So this is equal to k into root of L by g. So we get the period of oscillation as k into root of L by g. k യുടെ വാല്യൂ ഈ രീതി കണ്ടുപിടിക്കാൻ പറ്റില്ല. മറ്റു മെത്തേഡ് കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ വാല്യൂ 2π എന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് സ്മോൾ t ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L by g. ഡയമെൻഷനായിട്ട് നമുക്ക് ഇത്ര മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത്രമാത്രം കണ്ടാൽ ആ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്തു എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ക്വാണ്ടിറ്റി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഷോ ദാറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ത്രൂ എ മെറ്റീരിയൽ മീഡിയം ഈസ് ഗിവൺ ബൈ v proportional to root of E by rho, where E is the modulus of elasticity of the medium and rho is the density of the medium. V is the speed of sound through the medium. അപ്പോൾ ഇത് നമ്മൾ ഈ റിലേഷൻ കണ്ടെത്താൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ എന്താണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി മീൻസ് stress by strain. That means E is equal to stress by strain. ഇതിൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ ആണ്. സ്ട്രെയിൻ ഈസ് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. ഇപ്പോൾ എയറിലൂടെ പോകുകയാണെങ്കിൽ അതിൻ്റെ വോളിയത്തിൻ്റെ കേസാണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം എന്നുള്ള രീതിയിലാണ് സ്ട്രെയിൻ വരിക. അപ്പോൾ റേഷ്യോ ഓഫ് ടു സിമിലർ തിങ്സ് ആയതുകൊണ്ട് അത് ഡയമെൻഷൻലെസ് ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്, അഥവാ പ്രഷറിൻ്റെ അതേ ഡയമെൻഷനാണ്. സോ ഡയമെൻഷൻ ഓഫ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി മീൻസ് ഡയമെൻഷൻ ഓഫ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ മീൻസ് ഡയമെൻഷൻ ഓഫ് സ്ട്രെയിൻ സ്ട്രെസ്. ദിസ് ഈസ് ഡയമെൻഷൻ ഓഫ് സ്ട്രെസ്. ദാറ്റ് മീൻസ് ഫോഴ്സ് ബൈ unit area, force by area. That means m L t raised to minus 2 divided by L square equals m L raised to minus 1 t raised to minus 2. This is the dimensions of modulus of elasticity. So we can write a relation like this. V is proportional to E raised to A rho raised to B, where A and B are to be found. So we can write this as V is equal to a constant k into E raised to A into rho raised to B. Writing dimensions on both sides, let this equation be 1. Then writing dimensions on both sides, we can write, we get dimension of V equals dimension of E raised to A into dimension of rho raised to B. That means this is L t raised to minus 1 and E has the dimensions m L raised to minus 1 t raised to minus 2 raised to A. Rho means m L raised to minus 3, density the dimension, raised to B. So we can simplify this as m raised to A L raised to minus A t raised to minus 2A into m raised to b L raised to minus 3b. This simplify. So m raised to a plus b, m raised to a plus b, then L raised to minus a minus 3b, minus a minus 3b, then t raised to minus 2a.
minus 2a. Left hand side can be modified as a m raised to 0, l raised to 1, t raised to minus 1. Now equating the powers of m, l and t on both sides, since the dimensions are equal according to the principle of homogeneity of dimensions. So we get equating powers of m, l and t respectively, we get a plus b. A plus b equals 0. Then equating powers of l, we get minus a minus 3b equals 1. And then equating powers of t, minus 2a equals minus 2a equals minus 1. So this implies that a equals 1 by 2. A equals 1 by 2. Then this implies that b equals minus a or minus 1 by 2. അങ്ങനെ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. Now substituting these values in equation 1. Therefore equation 1 becomes v is equal to k into e raised to a, means e raised to half, into rho raised to b, means rho raised to minus half, or we get this as k into root of e by rho raised to half varum, that means root of e by rho. V equals k into root of e by rho, or we have proved the relation that v is proportional to root of e by rho. That means speed of sound through a material medium is proportional to root of e by rho, where e is the modulus of elasticity of the medium and rho is the density of the medium. Okay. ഇനി നമുക്ക് ഡയമെൻഷൻസ് ഉള്ള ചില കോൺസ്റ്റൻസിൻ്റെ കാര്യം നോക്കാം. You know that the force of attraction between two masses is given by F is equal to capital G m1 m2 divided by r square, where m1 and m2 are the mass of the particles and r is the distance between them. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ താഴ്ന്ന ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. F is equal to G into m1 m2 by r square. ഇതിൽ വരുന്ന കോൺസ്റ്റൻ്റായ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റിന് ഡയമെൻഷൻസ് ഉണ്ട്. We can find the dimensions of the gravitation constant as follows. F r square equals G into m1 m2, or capital G equals F r square divided by m1 m2. So the dimensions of capital G is given by dimension of force into dimension of distance square divided by dimensions of the product of the masses. This means dimension of force means m l t raised to minus 2, and that of distance is l, so distance square l square divided by dimension of mass capital M, so dimension of mass into mass means m into m. This is equal to m raised to minus 1, then l cube t raised to minus 2. This is the dimension of these are the dimensions of capital G, the gravitational constant. Similarly, we can see another constant, that is Planck's constant. Planck's constant is given from the relation E is equal to h nu. This is the energy of a photon, and the energy, in terms of energy, we can find the dimensions of the Planck's constant as h is equal to E divided by nu. Nu means frequency. Frequency is the number of oscillations or number of vibrations per second. So it has the dimension. Dimension of
Planck's constant is equal to dimensions of energy divided by dimensions of frequency. Dimension of energy same as that of work and is given by m L square t raised to minus 2 divided by dimension of frequency means its unit is 1 by second, number of vibrations per second. Since a number has no dimensions, this has dimension as 1 by t or t raised to minus 1, or we get m L square t raised to minus 1. This is the dimensions of the Planck's constant h. Okay, നമുക്കൊരു പ്രോബ്ലം ആൻസർ ചെയ്യാം. പ്രോബ്ലം ഇതാണ്: എ ബോയ് റീകോൾസ് എയിൻസ്റ്റൈൻസ് വേരിയേഷൻ ഓഫ് മാസ് വിത്ത് സ്പീഡ് ഓഫ് ദ ഓബ്ജക്റ്റ് ആസ് m equals m0 by 1 minus v square whole raised to half. This equation is not correct. The boy thinks that there is a speed of light c in the expression, but he do not know where the speed of light is to be put. എവിടെയാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ആയ സി ഇതിൽ ചേർക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. Then how can we help him in solving the problem? That means how can we find the correct relationship between the mass during motion, that is m, and the rest mass m0? നമുക്കത് ഇങ്ങനെ അനലൈസ് ചെയ്യാം. എം എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റ് m0 എന്ന റെസ്റ്റ് മാസ് ഉള്ള ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ, ഒരു ഇലക്ട്രോണോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു പാർട്ടിക്കിൾ v എന്ന സ്പീഡിൽ മൂവ് ചെയ്യുമ്പോഴുള്ള മാസാണ് സ്മോൾ എം. m0 അതിൻ്റെ റെസ്റ്റ് മാസാണ്. ഈ എക്സ്പ്രഷനിൽ സി എവിടെ എങ്ങനെ ഇടണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ശ്രദ്ധിക്കുക, ഇവിടെ എമ്മിൻ്റെ ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ m0 ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ രണ്ടും ഈക്വലാണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ കറക്റ്റ് ആകണമെങ്കിൽ ഇത് ഡയമെൻഷനിൽ കറക്റ്റ് ആകണം. കാരണം ഡയമെൻഷനിൽ തെറ്റായ ഇക്വേഷൻ ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് ഇത് ഡയമെൻഷനായിട്ട് കറക്റ്റ് ആകാനായിട്ടുള്ള കണ്ടീഷൻ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ? സി എവിടെ ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിൽ താഴെയുള്ള ക്വാണ്ടിറ്റി, മാസിൻ്റെ ഡയമെൻഷൻ രണ്ട് സൈഡിലുണ്ട്, താഴെയുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ആയിരിക്കണം. താഴെയുള്ള ക്വാണ്ടിറ്റി ഡയമെൻഷൻലെസ് ആണെങ്കിൽ നമുക്കറിയാം 1 എന്ന് പറയുന്നത് ഡയമെൻഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ 1ൽ നിന്ന് മൈനസ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റിയായ വി സ്ക്വയർ ഡയമെൻഷൻലെസ് ആകണം. പക്ഷേ നമുക്കറിയാം വിക്ക് ഡയമെൻഷൻ ഉണ്ട്, എൽ ടി റീസ് ടു മൈനസ് 1 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറിനും ഡയമെൻഷൻ ഉണ്ട്, എൽ സ്ക്വയർ ടി റീസ് ടു മൈനസ് 2 ആണ്. അപ്പോൾ വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ മാറണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ താഴെ അതിൻ്റെ അതേ തരത്തിൽപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ തന്നെ വരണം എന്ന് പറഞ്ഞ വെലോസിറ്റി തന്നെ വരണം. നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ വാല്യൂ എവിടെ കൊണ്ട് കിട്ടണം, അതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് കൺഫ്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് വി സ്ക്വയറിൻ്റെ താഴെ സി സ്ക്വയർ വരികയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഡയമെൻഷൻലെസ് ആവും. ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ഡയമെൻഷനലായിട്ട് ഇത് സെയിം ആകാനായിട്ട് ഒന്നുകൂടി പറയാം, ഈ രണ്ട് സൈഡിലും ഡയമെൻഷൻ സെയിം ആണ്. m0 റെസ്റ്റ് മാസാണ്, അതിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റലുമാണ്. m മൂവ് ചെയ്യുമ്പോഴുള്ള മാസാണ്, അതിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റലുമാണ്. അപ്പോൾ താഴെയുള്ള ക്വാണ്ടിറ്റി ഡയമെൻഷൻസ് ആണ്. ഈ 1 ഡയമെൻഷൻ ഇല്ലാത്തതാണ്. ഇപ്പോൾ വി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഡയമെൻഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ പോകണമെങ്കിൽ നമുക്കറിയാം സിമിലർ ക്വാണ്ടിറ്റീസിൻ്റെ കോഷ്യൻ്റായിട്ട് എക്സ്പ്രസ് ചെയ്യണം. സിമിലർ ക്വാണ്ടിറ്റീൻ്റെ കോഷ്യൻ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡയമെൻഷൻലെസ് ആയിട്ട് മാറും. അതുകൊണ്ട് വി സ്ക്വയറിനെ നമ്മൾ സി സ്ക്വയർ കൊണ്ട് ഹരിക്കുന്ന രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഡയമെൻഷൻലെസ് ആയിട്ട് മാറും ഈ താഴെയുള്ള ഭാഗം. അപ്പോൾ അതുകൊണ്ട് ദ കറക്റ്റ് ഇക്വേഷൻ വിൽ ബി m0 by 1 minus v square by c square whole raised to half. So this is the corrected equation. C square is to be put below the velocity square v square. Thus it can be solved. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. The displacement of a particle is given by s equals a1t minus a2t square. Find the dimensions of a1 and a2. അതാണ് ക്വസ്റ്റ്യൻ. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് എസ് എന്ന് പറയുന്നത് എൽ ആയിരിക്കും. സോ ഒരേ തരത്തിൽപ്പെട്ട ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യോ മൈനസ് ചെയ്യോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഐഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ എസിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം, അഥവാ എൽ തന്നെ ആയിരിക്കണം. സോ a1t ഹാസ് ദ dimension of L, dimension of length. So a1 has the dimension of എന്തായിരിക്കും? dimension of
ലെങ്ത് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി ആയിരിക്കും. സോ ഇറ്റ് ഹാസ് ദ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് വൺ. അപ്പോൾ അതിൻ്റെ A1ൻ്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് വൺ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഡയമെൻഷൻ ഓഫ് A2 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കണം? A2 ഇൻറ്റു ടി സ്ക്വയർ എൽ തന്നെ ആയിരിക്കണം. സോ എല്ലിൻ്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം. സോ A2 ഹാസ് ദ ഡയമെൻഷൻ ഓഫ് എൽ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ടി സ്ക്വയർ. ദാറ്റ് ഈസ് എൽ ടി റേസ് ടു മൈനസ് ടു. ഇതാണ് ഈ രണ്ട് കോൺസ്റ്റൻ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഐഡിയ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അതായത് ഡയമെൻഷൻസ് ഓഫ് ഓൾ ഈച്ച് ആൻഡ് എവറി ടൈം ഓൺ ഏതർ സൈഡ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ബി ദ സെയിം. അപ്പോൾ ഇതേപോലെ തന്നെ ഒരേ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം. അത് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ചോദ്യം പരിഗണിക്കുകയാണ്. ഇത് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്നറിയപ്പെടുന്നു. ഇറ്റ് ഗിവ്സ് ദ റിലേഷൻ എമംഗ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്. അതിൽ പ്രഷറിൻ്റെ കൂടെയുള്ളൊരു കറക്ഷനാണ് A ബൈ വി സ്ക്വയർ. അതുപോലെ വോളിയത്തിൻ്റെ കറക്ഷനാണ് ബി എന്ന് പറയുന്നത്. എയുടെയും ബിയുടെയും ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനാണ് ഈ ചോദ്യത്തിൻ്റെ പൊരുൾ. അപ്പോൾ അതുകൊണ്ട് എയുടെയും ബിയുടെയും ഡയമെൻഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഇൻ ദിസ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ, വാൻ ഡെർ വാൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഇക്വേഷൻ ഡെറിവ് ചെയ്തത്. ആ ഇക്വേഷനിൽ എ ബി എന്ന് പറയുന്ന കോൺസ്റ്റൻസിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം ബൈ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് പിയുടെ കറക്ഷനാണ് A ബൈ വി സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് ഈ കൂട്ടപ്പെടുന്ന ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പിയുടെ അതേ ഡയമെൻഷനിലായിരിക്കണം, പ്രഷറിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കണം. അതുകൊണ്ട് we can write the dimension of A by V square same as dimension of pressure. Same as dimension of pressure. പക്ഷേ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. സോ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ബൈ ഏരിയ, ദാറ്റ് മീൻസ് എം എൽ ടി റേസ് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഈക്വൽസ് എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു. അപ്പോൾ ഇതാണ് dimensions of A by V square. Therefore dimension of A എന്തായിരിക്കും? Dimension of A is equal to m L raised to minus 1 T raised to minus 2 into dimension of V square. V യുടെ ഡയമെൻഷൻ നമുക്കറിയാം L ക്യൂബ് ആണ്. അതിൻ്റെ സ്ക്വയർ ആകുമ്പോൾ L സ്ക്വയർ. സോ ദിസ് വിൽ ബി m ഇൻറ്റു L raised to ഇവിടെ 5 വരും, T raised to minus 2. ഇതാണ് ഡയമെൻഷൻ ഓഫ് എ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ വോളിയത്തിൻ്റെ കറക്ഷനാണ് ബി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അതേ നേച്ചർ ആയിരിക്കും ഇവിടെ. കാരണം ഒരേ തരത്തിൽപ്പെട്ട ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ പറ്റുള്ളൂ. അതുകൊണ്ട് ബി ഹാസ് ദ സെയിം ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ് വോളിയം. ദർഫോർ വി ക്യാൻ റൈറ്റ് ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ഡയമെൻഷൻ ഓഫ് വോളിയം ഈക്വൽസ് എൽ ക്യൂബ്. അതാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ. അതായത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാൻ ഡെർ വാൾസ് ഇക്വേഷനിലെ കോൺസ്റ്റൻസ് ആയ എ ബി എന്ന് പറയുന്ന ആ കോൺസ്റ്റൻസിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്ത മെത്തേഡ് എന്താണ്? ഒരേ തരത്തിൽപ്പെട്ട ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ പറ്റുള്ളൂ. ആ ബേസാണ് യൂസ് ചെയ്തത്. അപ്പോൾ പിയുടെ കൂടെ ആഡ് ചെയ്തിരിക്കുന്ന എന്തോ അത് പിയുടെ അതേ ഡയമെൻഷനാണ്. ആ ഐഡിയ നമ്മൾ യൂസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? എയുടെ ഡയമെൻഷൻ കിട്ടി. അതുപോലെ തന്നെ വിയിൽ നിന്ന് മൈനസ് ചെയ്തിരിക്കുന്നത് ബി ആകുമ്പോൾ അതിന് വിയുടെ അതേ ഡയമെൻഷൻ തന്നെ ആയിരിക്കും എന്നുള്ള ഐഡിയ യൂസ് ചെയ്തപ്പോൾ ബിയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടി എൽ ക്യൂബാണ്. ഓക്കെ. ഇനി എന്തൊക്കെയാണ് ഡയമെൻഷൻസിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ചില ലിമിറ്റേഷൻസ് ഉള്ളതാണ്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? വി കനോട്ട് ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ മോർ പാരാമീറ്റേഴ്സ് ദാൻ ദ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഇൻവോൾവ്ഡ്. നമ്മൾ പാരാമീറ്റേഴ്സ് ഇവിടെ കണ്ടു, എ ബി സി എക്സെട്ര അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് കണ്ടു, അതിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആ പാരാമീറ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനേക്കാളും കൂടുതലാണെങ്കിൽ വി കനോട്ട് സോൾവ് ദ ഇക്വേഷൻസ്. അങ്ങനെ അത് റിലേഷൻ കണ്ടെത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. അതുപോലെ ദ മെത്തേഡ് ഡസ് നോട്ട് ടെൽ എനിത്തിങ് അബൌട്ട് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് സച്ച് ആസ് ആംഗിൾസ്, trigonometric ratios, logarithmic functions, exponential functions, etc. And also, if a physical quantity depends upon a constant with dimensions, we cannot find the expression for the physical quantity. For example, പറയുകയാണെങ്കിൽ
ഒരു രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ എക്സ്പ്രഷനാണ് എഫ് ഇസിക്കൽ ക്യാപിറ്റൽ ജി ഇൻറ്റു m/2/r². അതിൽ ജി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ഡയമെൻഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ എക്സ്പ്രഷൻ ഡയമെൻഷണൽ മെത്തേഡിൽ കണ്ടുപിടിക്കാനായിട്ട് സാധ്യമല്ല. അതൊരു ലിമിറ്റേഷനാണ്. ഓൾസോ if we want to find an expression for a physical quantity, we have to guess the quantities upon which the physical quantity depends. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതൊക്കെ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഊഹിക്കേണ്ടി വരും. ദിസ് ഈസ് നോട്ട് ഓൾവേസ് പോസിബിൾ. അതെപ്പോഴും സാധ്യമായെന്നിരിക്കില്ല. അതും ഒരു ലിമിറ്റേഷനാണ് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ. ഓക്കെ.